എൻ്റെ പേര് റിൻസി. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞൊരു 5 വർഷത്തോളം ഞങ്ങൾ ഹസ്ബൻഡും വൈഫും എനിക്ക് 2 മക്കളുമായിട്ട് ഞങ്ങൾ ദുബായിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. കൊറോണയുടെ സമയത്ത് 2020 ഹസ്ബൻഡിൻ്റെ ജോലിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ളൊരു നോട്ടീസ് വരുന്നു, ഒപ്പിട്ട് കൊടുക്കുന്നു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, സന്ധ്യാപ്രാർത്ഥന കുടുംബ പ്രാർത്ഥനകളും എല്ലാം വീട്ടിൽ നടത്താറുണ്ട്. പക്ഷേ കൃപാസനത്തെക്കുറിച്ച് അന്നൊന്നും അത്ര വലിയ അറിവൊന്നും എനിക്കില്ല. മമ്മിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നതല്ലാണ്ട് വലിയ അറിവൊന്നുമില്ല. ആ സമയത്താണ് യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പം ഉടമ്പടി ധ്യാനം കാണുക. അപ്പം ഞാൻ മാതാവിൻ്റെ പേരിൽ പറഞ്ഞു, ഒരു 9 ദിവസം അടുപ്പിച്ച് ഞാൻ ഈ ഉടമ്പടി ധ്യാനം കൂടുക. വേറെ ഒന്നും ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചൊന്നുമില്ല. 9 ദിവസം അടുപ്പിച്ച് ഉടമ്പടി ധ്യാനം 2 മണിക്കൂർ വെച്ചിട്ട് ഞാൻ ഉടമ്പടി ധ്യാനം കൂടാൻ തുടങ്ങി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഈ 9 ദിവസത്തിനുള്ളിൽ എൻ്റെ പുള്ളിക്കൊരു നല്ല സാലറിയിൽ പുള്ളി മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, അത്യാവശ്യം നല്ല ശമ്പളത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞിട്ട് 9 ദിവസം എത്തുന്നതിന് മുമ്പ് 7ാമത്തെ ദിവസമായപ്പോൾ പുള്ളിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. പുള്ളി അവിടെ സെലക്റ്റഡ് എന്നും പറഞ്ഞു. ഞങ്ങളെല്ലാം സന്തോഷമായി 9 ദിവസം പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴത്തേനും നമ്മുടെ പഴയ കമ്പനിയിൽ വിസ ക്യാൻസൽ ചെയ്തു. ഞങ്ങൾക്ക് അവിടെ ഒരുപാട് നാൾ നിൽക്കാൻ പറ്റിയല്ല. അപ്പം പെട്ടെന്ന് പുതിയെടുത്ത് അടിച്ചെങ്കിലേ നമുക്ക് അവിടെ എനിക്കും മക്കൾക്കും കൂടെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ 3ാമത്തെ ആൾ പ്രഗ്നൻറ്റും ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഞാനവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തല്ലോ, നീയും മക്കളും കൂടെ നാട്ടിലോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ നാട്ടിലോട്ട് പോരുന്ന സമയത്ത് പുള്ളി 1 മാസം കഴിഞ്ഞപ്പോഴാണ് അവിടെ മനസ്സിലാവുന്നത് ശമ്പളം ഡിലേ ആണ്. ഇന്ന് തരാം നാളെ തരാം എന്ന് പറയും, 10 ദിവസം ഡിലേ ആവും, 15 ദിവസം ഡിലേ ആവും അങ്ങനെ. പക്ഷെ പുള്ളി അവിടെ പിടിച്ചു നിന്നു. ഒരു വർഷത്തോളം പുള്ളി അവിടെ പിടിച്ചു നിന്നു. ഈ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു. മോളുടെ ഡെലിവറി, ഇളയാളുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. അപ്പോഴും ഉടമ്പടിയെ കുറിച്ചിട്ട് അന്ന് വന്ന് ഉടമ്പടി എടുക്കാം അങ്ങനത്തെ ഒരു ഇതൊന്നും പറ്റില്ല. കൊറോണയുടെ സമയത്ത് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയിട്ട് ഞാൻ വീട്ടിലായിരുന്നു. ഞങ്ങളൊരു ഇൻറ്റീരിയർ ഏരിയ ആയതുകൊണ്ട് നമുക്ക് ലൈവ് ഒന്നും അങ്ങനെ കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് പുള്ളിയുടെ കൂടെ ഞാൻ തിരിച്ച് ദുബായിക്ക് ചെന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥനയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഓൺലൈൻ ഉടമ്പടിയും അവിടെ നിന്ന് ഞാൻ എടുക്കുകയും ചെയ്തു. എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നമായിട്ട് ഇങ്ങനെ ഡിലേ വരും. അപ്പം നമ്മൾ ഓർത്തു പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞ് പുള്ളി പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്താൽ തുടങ്ങി. അതിലും കൂടിയ ശമ്പളത്തിൽ ഒരു അലൈനിൽ നമുക്കൊരു ജോലി കിട്ടി. ഞങ്ങൾ അവിടുത്തെ വിസ ക്യാൻസൽ ചെയ്ത് പുതിയ വിസയിലോട്ട് അലൈനിലോട്ട് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു. അലൈനിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വീടും എടുത്തു, എല്ലാം സംഭവം. ഇപ്പോൾ പ്രൊബേഷൻ പീരീഡ് 3 മാസമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ നല്ല പ്രാർത്ഥിച്ചൊരുങ്ങി കിട്ടിയ ജോലിയാണല്ലോ എന്ന് ഓർത്ത് നമുക്ക് ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഇരുന്ന സമയത്ത് ഈ 3 മാസത്തിനുള്ളിൽ പുള്ളിക്ക് മനസ്സിലായി അവിടുത്തെ സീനിയർ ആൾ പറയുന്നതിനെല്ലാം ഓക്കെ പറയുകയാണെങ്കിൽ പുള്ളി അവിടെ നിർത്തും, അല്ലെങ്കിൽ പുള്ളി ഫയർ ചെയ്യുമെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷേ എല്ലാ കാര്യത്തിലും ഒത്തിരി കണക്കുകളിൽ വ്യത്യാസം. ഇൻഷുറൻസ് ഹെഡായിട്ടാണ് വർക്ക് ചെയ്യണം. അപ്പോൾ ഇൻഷുറൻസിൽ വരുന്ന ക്ലെയിംസ് റീകൺസിലേഷൻ എമൗണ്ടൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോൾ ഇതിൽ എല്ലാത്തിനും എഗ്രി ചെയ്യാൻ പുള്ളി പറ്റാതെ പുള്ളി ഇതിനെല്ലാം എതിർത്തപ്പം പ്രൊബേഷൻ പീരീഡ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് അവർ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു, നിങ്ങൾ റിസൈൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടുന്ന് വിസ ക്യാൻസൽ ചെയ്ത് പുതിയ വിസ എടുത്തു. എനിക്ക് 3 മക്കൾക്കും കൂടെ വിസ എടുത്തു. നമ്മൾ ഇൻഷുറൻസും എല്ലാം എടുത്ത് നല്ലൊരു എമൗണ്ടുമായി. അപ്പം എനിക്ക് പെട്ടെന്നൊരു തോന്നല്, നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു പുതിയ ജോലിയിലോട്ട് കയറിയിട്ട് എന്തുകൊണ്ട് മാതാവ് ഇങ്ങനെ ചെയ്തു എന്നൊരു ചിന്തയിൽ ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി എപ്പോഴും പറയും, എന്തെങ്കിലും ഉണ്ടാവും അതിൽ, നമുക്കിതിൽ ഒത്തിരി. പുള്ളിക്ക് BP ഷൂട്ടിന് വെച്ചാൽ 160, 170 പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഓർത്തോ, ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതിനേക്കാളും നമുക്കിത് നിർത്തി നാട്ടിലോട്ട് പോരാം. നാട്ടിൽ വരുവാന്നൊരു സെക്കൻഡ് ബാക്കപ്പ് എന്ന് പറയാൻ നമുക്ക് വലുതായിട്ടൊന്നുമില്ല, വലിയ എമൗണ്ട് ഒന്നും കയ്യിലില്ല. 3 മക്കളും ഞങ്ങളും വീട്ടിലുണ്ട്. വീട്ടിൽ ഞങ്ങൾ വന്നു താമസിച്ചു. അപ്പം നമുക്ക് ചെറിയൊരു സ്ഥാപനത്തോട് വീഴും. പക്ഷേ ഈ സമയത്തൊക്കെ നമ്മൾക്ക് ഇങ്ങനെ സങ്കടമായപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും എനിക്ക് കൃപാസനം ഉടമ്പടി എടുക്കണം, ഇവിടെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഞാനും കൂടെ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞങ്ങൾ 6 നിയോഗത്തിൽ ഒരു നിയോഗമായിരുന്നു പുള്ളിക്കൊരു ജോലി, നല്ലൊരു ജോലി കിട്ടണേന്ന്. ഉടമ്പടി എടുത്ത് ഒരു 3 മാസം കഴിഞ്ഞ് പിന്നെയും 2 മാസം ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. വരുമ്പോഴൊക്കെ ഇവിടുന്ന് കിട്ടിയ കാശ് രൂപം ഞാൻ പോക്കറ്റിൽ ഇട്ടിട്ട് കൊടുക്കും. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം, പുള്ളിയുടെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കും. അതേപോലെ ഉപ്പ് ഞാൻ നാക്കിൽ തൊട്ട് കൊടുത്തിട്ടായിരിക്കും എല്ലാ ഇൻ്റർവ്യൂസിനും വിടുന്നത്. ഇൻ്റർവ്യൂ ഓക്കെ ആയിരിക്കും, പക്ഷേ ഓരോരുത്തുനിന്ന് തിരിച്ച് കോൾ വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം ഒരു ജൂലൈ ഒക്കെ ആയപ്പോൾ സമയത്ത് അജ്മാൻ യൂണിവേഴ്സിറ്റി മീൻസ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഒരു ഇത് വന്നു. അങ്ങനെ പുള്ളി അവിടെ ഇമ്മീഡിയറ്റ്ലി വിതിൻ 1 വീക്ക് എല്ലാം സെറ്റാവുന്നു, പുള്ളിക്ക് കയറി പോകണമെന്ന് പറഞ്ഞു. അപ്പം പഴയതിന് അത്ര സാലറി ഇല്ലെങ്കിലും വലിയ മോശമില്ലാത്തൊരു സാലറിയാണ്. അങ്ങനെ പുള്ളി
ഇവിടുന്ന്. അപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇമീഡിയറ്റ്ലി പിറ്റേന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. അന്ന് ഞാൻ എഴുതിയ ഉടമ്പടി ധ്യാനത്തിൽ 6 നിയോഗത്തിൽ 5 നിയോഗം എനിക്ക് ദൈവം നടത്തി തന്നു. എൻ്റെ പുള്ളിക്ക് ഫാറ്റി ലിവറിൻ്റെ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റീഡിങ്സ് എല്ലാം ഇച്ചിരി അപ്പോൾ ഞാൻ ഭയങ്കര മാതാവിനോട് എന്തിനും അന്നേരം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, എനിക്കിത് നടത്തി തരും എന്നൊരു ഇതിൻ്റെ അകത്ത്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പുള്ളിയുടെ അത് പിന്നെ എൻ്റെ വീട്ടിന് റിനോവേഷൻ നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത് മാതാവ് ഇതേപോലെ ഒട്ടും അവർ കരുതിയൊന്നും ഇരുന്നതല്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്ത് ഞാനത് കഴിഞ്ഞതിന് സമയത്ത് അവിടെ അത് പുതുക്കി പണിഞ്ഞു. പിന്നെ എൻ്റെ ഫാമിലിയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും തമ്മിൽ ചെറിയ കുറച്ച് എന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, പക്ഷേ ഇവർക്ക് പറയുന്ന അവർക്ക് പറയുന്ന ഇവർക്കും തമ്മിൽ മനസ്സിലാവാൻ ഒരു ഇതുണ്ടായിരുന്നു. അത് ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു. 6 വർഷത്തോളമായി. ഇപ്പോഴും ഞങ്ങൾക്ക് ഇതൊരു സങ്കടമുണ്ട്, ഇത് മാറ്റിത്തരണേന്നാണ് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലും വന്നു. സന്തോഷപരമായിട്ട് ഇപ്പം ഞങ്ങൾ അതിലും പോകുന്നുണ്ട്. പിന്നെ പുള്ളി ഇപ്പം പോയി തിരിച്ച് അവിടെ കയറി. ഇപ്പം അടുത്ത മാസം ഞാനും 3 മക്കളും കൂടി പോകാനായിട്ട് ഇരിക്കുകയാണ്. ഈ ഉടമ്പടി എടുത്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ മുന്നേ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന മാതാവാണ്. പക്ഷേ ഞാൻ ചോദിച്ച കാര്യം കിട്ടിയില്ല ഉടനെ ഞാൻ മാതാവിനോട് ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഇത്രയ്ക്ക് പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അതിൽ നിന്ന് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എനിക്ക് ആവശ്യമുള്ളതാണ് എൻ്റെ അമ്മ എനിക്കത് നടത്തി തരുന്നത്. എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. എന്ത് കാര്യം ഞാൻ അമ്മയോട് പറയും, ഇതാണ് എൻ്റെ സാഹചര്യം, എൻ്റെ അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കിത് നടത്തി തരണമെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നതിന് അപ്പുറത്തെ കാര്യങ്ങൾ എനിക്ക് മാതാവ് നടത്തി തരുന്നുണ്ട് ഇപ്പം. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഇതിലും എനിക്ക് പേടിയില്ല. ഇതെനിക്ക് നടക്കേണ്ടതായിരുന്നു, എൻ്റെ അമ്മ തരും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നു. മാതാവിൽ ഞാൻ വിശ്വസിക്കുന്നു.